ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 47-ാം തിരുവചനം. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയാണ്. ബർത്തേമിയൂസിൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ചില ഉൾക്കാഴ്ചകൾ, അതേക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ബർത്തേമിയൂസ് എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു? അതിന് അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും എളിമയും സ്ഥിരതയും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നുള്ള വിളിയും ഒക്കെ കാരണമായി തീരുന്നുണ്ട്. ആ വചനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഒന്നാമതായിട്ട് ഈ അന്ധനായ മനുഷ്യൻ യേശുവിനെ വിളിക്കുന്നത് ദാവീദിൻ്റെ പുത്ര എന്നാണ്. ടീച്ചറെന്നോ ഗുരുവെന്നോ പ്രവാചകനെന്നോ റബ്ബി എന്നോ ഒന്നുമല്ല വിളിക്കുന്നത്, ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ പുത്ര എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ വിശ്വാസം അനുസരിച്ച് അതൊരു മെസ്സയാനിക് ടൈറ്റിലാണ്. അതായത് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് അങ്ങനെയാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്. ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രനായിട്ടാണ് മിശിഹ കടന്നു വരിക. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ അന്ധനായ മനുഷ്യൻ യേശുവിനെ വിളിച്ച് കരയുന്നത് ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുമ്പോൾ അത് വലിയ ആഴമുള്ള വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണ്. ഇതിൻ്റെ കാരണം, തൻ്റെ മുമ്പിലുള്ള ആളെ ഒരു പ്രവാചകനായിട്ടോ ഒരു ഗുരുവായിട്ടോ ഒരു റബ്ബിയായിട്ടോ ഒന്നുമല്ല ഈ അന്ധനായ മനുഷ്യൻ കാണുന്നത്. തൻ്റെ മുമ്പിലുള്ള ആളെ ഈ മനുഷ്യൻ കാണുന്നത് രക്ഷകനായിട്ടാണ്. ലോകത്തെ രക്ഷിക്കാൻ വരുന്ന മിശിഹായായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആണ് ഈ കണ്ണു കാണാത്ത വ്യക്തി ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം, കണ്ണു കാണാത്ത ഈ അന്ധനായ വ്യക്തിക്ക് ആരാണ് യേശു എന്നുള്ള, യഥാർത്ഥത്തിൽ യേശു ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ആഴവും അവിടെ നിന്നാണ് വരുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു, കാഴ്ചയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കണ്ണുണ്ടായിട്ടും യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആഴമുള്ള ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. യേശു ആരാണ് യഥാർത്ഥത്തിൽ എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടെയാണ് അദ്ദേഹം ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ് എന്നിൽ കനിയണമേ, ഹാവ് മേഴ്സി ഓൺ മീ, അലിവുണ്ടാകണമേ, എന്നിൽ കനിയണമേ, എന്നോട് ദയ തോന്നണമേ. ആർക്കും അനുകമ്പ തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നിൽ കനിയണമേ. എനിക്കിനി എന്നിൽ തന്നെ ആശ്രയിക്കാൻ ഒന്നുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ദൈവം കനിഞ്ഞാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ സ്നേഹമുള്ളവരെ, യേശു മനസ്സ് വച്ചാൽ തനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഈ അന്ധനായ മനുഷ്യനുണ്ടായിരുന്നു. യേശു മനസ്സ് വച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും ആഴമായ എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്ന എന്നിൽ കനിയണമേ. അദ്ദേഹത്തിൻ്റെ ആ എളിമയും പ്രാർത്ഥനയുടെ പ്രത്യേകതയും യേശു ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് കാരണമാകുകയാണ്. മൂന്നാമത്തെ കാരണം, ബർത്തേമിയൂസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുള്ള മൂന്നാമത്തെ കാരണം യേശുവിനെ തേടുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും സ്ഥിരോത്സാഹവുമാണ്. അദ്ദേഹം ആദ്യം യേശു അതിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. പക്ഷേ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം വളരെ ശക്തമാണ്. ഒരുപക്ഷെ യേശു
കേട്ടിട്ടുണ്ടാകാം, പക്ഷേ യേശു മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും ഉച്ചത്തിൽ വീണ്ടും വിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ. അപ്പോൾ ആ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ഈ മനുഷ്യനെ ശകാരിക്കുകയാണ്, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ശകാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മനുഷ്യനൊരു അന്ധനാണ്, ഈ മനുഷ്യന് ഭിക്ഷയാചിക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വലിയ വിലയും നിലയൊന്നുമില്ല. ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞ് അനുസരിച്ചില്ലേ ചിലപ്പോൾ തല്ലുകിട്ടും. പക്ഷെ ഈ മനുഷ്യൻ അതൊന്നും ചിന്തിക്കുന്നില്ല. ഈ മനുഷ്യന് തൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നവൻ മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, തൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നവന് മനസ്സിൽ അലിവുണ്ടായാൽ തനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള ഉറച്ച ബോധ്യം കിട്ടിയപ്പോൾ അവൻ മറ്റെല്ലാം മറന്ന് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ മറന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അത് സ്ഥിരോത്സാഹത്തോടും തീഷ്ണതയോടും കൂടെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നാലാമതായിട്ട് ബർത്തേമിയസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ബർത്തേമിയസ് അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം അദ്ദേഹം പ്രാർത്ഥിച്ചത്, ഈശോയോട് പ്രാർത്ഥിച്ച് വളരെ സിമ്പിളാണ്. വലിയ ദീർഘമായ പ്രാർത്ഥനയൊന്നുമല്ല അദ്ദേഹം ഈശോയോട് പ്രാർത്ഥിച്ചത്. ഈശോയോട് പ്രാർത്ഥിച്ചൊരു ഒറ്റ വരി പ്രാർത്ഥനയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഒരൊറ്റ വരി പ്രാർത്ഥനയിലാണ് കർത്താവ് ആ വ്യക്തി അനുഗ്രഹിക്കുന്നത്. ആ പ്രാർത്ഥന ഒറ്റ വരിയാണെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു, അത് ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു, ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത്. പലപ്പോഴും പലരുടെയും പ്രാർത്ഥനകൾ ഒത്തിരിയേറെ സെൻറ്റൻസുകളുണ്ട്, ഒത്തിരിയേറെ പാരഗ്രാഫുകളുണ്ട്, ഒത്തിരിയേറെ പേജുകളുണ്ട്. പക്ഷേ ഉത്തരങ്ങൾ ലഭിക്കാത്തതിൻ്റെയും അനുഗ്രഹങ്ങൾ ലഭിക്കാത്തതിൻ്റെ കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാകണമെന്നില്ല. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണോ, ഒറ്റ വരി പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയിൽ ദൈവത്തിന് കരുണ തോന്നും, അലിവ് തോന്നും എന്നുള്ളതാണ് ബർത്തേമിയസിൻ്റെ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹമുള്ളവരെ, അഞ്ചാമതായിട്ട് നമ്മൾ ഈ ബർത്തേമിയസിൻ്റെ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു സത്യം ഇതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? യേശു അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം യേശുവിനോട് പറഞ്ഞത്, കർത്താവ് എനിക്കെൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം, എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മനുഷ്യന് കാഴ്ചയുണ്ടായിരുന്നു, ഇദ്ദേഹം എല്ലാ കാഴ്ചകളും കണ്ട് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ജീവിതയാത്രയിൽ എപ്പോഴോ എവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ കാഴ്ചയില്ല. അപ്പോൾ ആ കാഴ്ചയുള്ള നാളത്തെ ആ നല്ല ദിനങ്ങൾ അദ്ദേഹം ഓർത്ത് ഇപ്പോൾ കാഴ്ചയില്ലാതെ ജീവിക്കുന്നതിൻ്റെ സങ്കടത്തിലാണ് അദ്ദേഹം. ആ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ആ കാഴ്ചയുടെ വിലയൊക്കെ അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചറിയുന്നത്. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്, പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മളതിൻ്റെ വിലയറിയുന്നത്. എത്രയോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവായ ദൈവം അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. ഈ രോഗികളൊക്കെ കാണുമ്പോൾ അവരിൽ ഭൂരിഭാഗം പേരും പറയുന്നത്, ആരോഗ്യമുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ലായിരുന്നു. അതെ, ആരോഗ്യമുള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പലതും മാറിപ്പോകുമായിരുന്നു. ആരോഗ്യമുള്ളപ്പോൾ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ ഒരു അപകടം സംഭവിക്കുകയില്ലായിരുന്നു. ആരോഗ്യമുള്ളപ്പോൾ മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നെനിക്ക് ഈ പ്രതിസന്ധി വരികയില്ലായിരുന്നു. ആരോഗ്യമുള്ളപ്പോൾ പുകവലിച്ചോ എൻ്റെ ശ്വാസകോശത്തിനും എൻ്റെ ശരീരത്തിനും ലിവറിനും ഒക്കെ കോട്ടം വരുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടി സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാമായിരുന്നു. അതെ, സ്നേഹമുള്ളവരെ, ആരോഗ്യമുള്ളപ്പോൾ അതിൻ്റെ വിലയറിയുന്നില്ല, രോഗം വരുമ്പോഴാണ് അതിൻ്റെ വിലയറിയുന്നത്. അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്നേഹമുള്ളവരെ, നമുക്ക് മാതാപിതാക്കളുണ്ട്. എത്രയോ മക്കൾ പറഞ്ഞിരിക്കുന്നു, അമ്മയുള്ളപ്പോൾ അമ്മയുടെ വില അറിഞ്ഞിട്ടില്ല, അമ്മ മരിച്ചു പോയപ്പോഴാണ് അമ്മ
എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞത്. എത്രയോ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ഉള്ളപ്പോൾ അപ്പൻ്റെ വില അറിയില്ലായിരുന്നു, പക്ഷേ അപ്പൻ മരിച്ചപ്പോഴാണ് അപ്പൻ എൻ്റെ ജീവിതത്തിൽ ആരായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. സ്നേഹമുള്ളവർ, എത്രയോ ഭർത്താക്കന്മാർ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ എത്രയോ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, അതെ, ഭാര്യയായിരുന്നു എൻ്റെ വീട്ടിലെ എല്ലാം, അവൾ പോയപ്പോൾ വീട് ശൂന്യമായി തീർന്നുവെന്ന് എത്രയോ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് ഉള്ളപ്പോൾ ഒരു കാര്യവും ഞാൻ അറിയണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി ചെയ്തിരുന്നത്, എനിക്ക് പുറമെ പോയി കാര്യങ്ങൾ ചെയ്യാനൊന്നും അറിയത്തില്ല. അതെ, ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. അന്ധനായ മനുഷ്യനും ഈ ബർത്തേമിയൂസും കാഴ്ചയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ചയുള്ള ദിവസങ്ങളുടെ വില അറിഞ്ഞത്. സ്നേഹമുള്ളവർ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ, ധനവാൻ അഗ്നിയിൽ കിടക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താണ്? ഞാൻ പോയി എൻ്റെ സഹോദരങ്ങളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അപ്പോൾ സ്നേഹമുള്ളവരെ, അതേ, അഗ്നിയിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹം ഓർത്തത്, ഭൂമിയിലായിരുന്നപ്പോൾ ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ച് ഒരു നല്ല ജീവിതം നയിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. സ്നേഹമുള്ളവർ, ഇതുപോലെ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ള ഓരോ ആത്മാവും ചിന്തിക്കുക. അതേ, ഭൂമിയിലായിരുന്നപ്പോൾ ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ചൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അന്നത് സാധിക്കാതെ പോയല്ലോ എന്ന് പലപ്പോഴും പല ആത്മാക്കളും പരിതപിക്കുക ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമാണത്. നമ്മോടൊപ്പം പലതും ഉള്ളപ്പോൾ നമ്മളതിൻ്റെ വില അറിയുന്നില്ല, നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ അന്ധനായ മനുഷ്യൻ അത് തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈശോയോട് പ്രാർത്ഥിച്ചത്, എനിക്ക് എൻ്റെ കാഴ്ച തിരികെ കിട്ടണം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ആത്മശോധന ചെയ്യുമ്പോൾ നമുക്കും ഈ അന്ധനായ മനുഷ്യനോടൊപ്പം തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല നന്മകളും നമ്മളിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ട്. ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല നന്മകളും ചോർന്നു പോയിട്ടുണ്ടെന്ന് ഈ അന്ധനായ മനുഷ്യനോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ എന്നിൽ നിന്ന് ചോർന്നു പോയത് സ്നേഹമായിരിക്കാം. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ എന്നിൽ നഷ്ടപ്പെട്ടു പോയത് സമാധാനമായിരിക്കാം. ഒരുപക്ഷെ ജീവിതയാത്രയിൽ എന്നിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ജീവിതത്തിൻ്റെ വിശുദ്ധിയായിരിക്കാം. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഇതുപോലെയുള്ള പ്രാർത്ഥിക്കാനുള്ള കഴിവായിരിക്കാം. ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കാം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ അന്ധനായ മനുഷ്യന് കർത്താവ് നൽകുന്ന സൗഖ്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. കർത്താവായ യേശു രക്ഷകനാണ്, മിശിഹായാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ വളരേണ്ടതുണ്ട്. ആ മിശിഹായെ നമ്മൾ വീണ്ടും വീണ്ടും വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ മിശിഹായിൽ നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഉൾക്കാഴ്ചകളോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പഠിക്കാം. ഒരു വരിയാണെങ്കിലും 2 വരിയാണെങ്കിലും ഈ അന്ധനായ മനുഷ്യനെ പോലെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹൃദയത്തെ സ്പർശിക്കാത്ത അനേകം പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനകളേക്കാൾ ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്ന ഒറ്റവരി പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. അത് തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമായി ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമായി ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയ ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയ ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയ ദിവ്യ സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കർത്താവ് നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പം, ജീവൻ്റെ സമൃദ്ധിക്കായിട്ട് കടന്നു വന്ന അപ്പം. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മൾ ധ്യാനിച്ചത് അന്ധയാചകനായ ബർത്തിമേയുസിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഒറ്റ വരിയെ പ്രാർത്ഥിച്ചുള്ളൂ, പക്ഷെ അനുഗ്രഹം കിട്ടി. അതിൻ്റെ കാരണം ആ ഒരൊറ്റ വരി ഹൃദയത്തിൽ നിന്നുള്ളതായിരുന്നു. ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രാർത്ഥന. ഈശോയെ വിളിച്ചത് ദാവീദിൻ്റെ പുത്ര എന്നാണ്. ഗുരുവെന്നോ പ്രവാചകനെന്നോ റബ്ബിയെന്നോ ഒന്നുമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു മെസ്സിയാനിക് ടൈറ്റിലാണ്. രക്ഷകനെ, ദാവീദിൻ്റെ പുത്രനായിട്ട് കടന്നു വരുന്ന രക്ഷകൻ, മിശിഹായിയാണ് ഉദ്ദേശിച്ചത്. അതെ, ഈ മിശിഹ വിചാരിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടും, എനിക്ക് സൗഖ്യം ലഭിക്കും, വലിയ ബോധ്യമായിരുന്നു അദ്ദേഹത്തിന്. ആ ഹൃദയത്തിൽ നിന്ന് വന്ന ഒറ്റ ഒരു പ്രാർത്ഥന, ഒറ്റ വരി പ്രാർത്ഥന അനുഗ്രഹത്തിന് കാരണമായി. തൻ്റെ കാഴ്ച വീണ്ടും കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചത്. കാഴ്ചയുള്ളപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ആ കാഴ്ചയുടെ വില അത്രയും അറിഞ്ഞിട്ടില്ല. കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ജീവിതത്തിൽ പലപ്പോഴും പലതും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതെ, ഭാര്യ നഷ്ടപ്പെടുമ്പോഴാണ് ഭാര്യയുടെ വില അറിയുന്നത്. ഭർത്താവ് മരിച്ചു പോകുമ്പോഴാണ് ഭർത്താവിൻ്റെ വില അറിയുന്നത്. അമ്മ മരിക്കുമ്പോഴാണ് അമ്മയുടെ വില അറിയുന്നത്. അപ്പൻ മരിച്ചു പോകുമ്പോഴാണ് അപ്പൻ്റെ വില അറിയുന്നത്. ഒരുപക്ഷെ ധനവാൻ അഗ്നിയിൽ കിടന്നപ്പോഴാണ് ദൈവകൽപ്പനയുടെ പാലിക്കേണ്ടതിൻ്റെ വിലയറിഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കേണ്ടത്. ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ, ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെയും ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൻ്റെയും വില തിരിച്ചറിയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുമ്പോഴാണ്. അത് പലപ്പോഴും നമ്മൾ പലതും തിരിച്ചറിയുന്നത് ആ കാലവും സാഹചര്യവും കഴിയുമ്പോഴാണ്. നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിക്കും പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ഒന്ന് ചേർന്ന് ആലപിക്കാം. യേശുനാഥന്റെ വാഗ്ദാനമേ,
ദൈവിക ചൈതന്യമേ, യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം, ദാസരിലേകണമേ. എല്ലാവരും ചേർന്ന് ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം, ദാസരിലേകണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയായി അഭിഷേകമായി കടന്നു വരണമേ, നിറയണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ശക്തിയിനഭിഷേകം, എല്ലാവരും ചേർന്ന് അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം, ഒരിക്കൽ കൂടെ. ദാസരിലേകണമേ. ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, വിശുദ്ധിയിനഭിഷേകം, ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം, 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 കൃപ, 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 സൗഖ്യം, 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 സൗഖ്യം. യേശുവേ, ആരാധന, 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 മഹത്വം, 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 മഹത്വം. ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.